الله أكبر لا إله إلا الله الله أكبر الله أكبر الله أكبر ولله الحمد الحمد لله أحمده حمدا ഗൈസ്, അങ്ങനെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മുടെ അടുത്തുള്ള ഒരു കടയുടെ ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത ട്രിപ്പ് യാമ്പൂലേക്കാണ്. യാമ്പൂല് പോകുന്ന വഴിയിൽ കണ്ട കുറച്ച് ഒട്ടകങ്ങളൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ യാമ്പൂ ലുലുവിലെത്തി. അവിടുന്ന് ഞങ്ങൾക്ക് ആവശ്യമായ കുക്കിങ്ങിന് ആവശ്യമായ എല്ലാ സാധനവും അവിടുന്ന് പർച്ചേസ് ചെയ്ത് നേരെ വണ്ടിയിൽ വെച്ചു. കടപ്പുറത്തേക്ക് ഇതൊക്കെ ഏറ്റിപ്പോയി. അങ്ങനെ കടപ്പുറത്തി. യൂസുഫ് ഭായ് മീൻ പൊളിച്ചിട്ടില്ല, പൊളിക്കാൻ വേണ്ടി ഓർഡർ കൊടുത്തിട്ട് പൊളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് തെറിയൊക്കെ പറഞ്ഞ് മുമ്പരിങ്ങനെ ഇതിലിങ്ങനെ നിന്നാണ്. സംഗതി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു അവർ പൊളിച്ചിനത്, പൊളിച്ചിട്ടുണ്ടായിരുന്നു അവർ. അങ്ങനെ ഇതാണ് നമ്മളെ സിനാന് നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ഇതൊക്കെ വിരിച്ച് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ മുമ്പ് ആരൊന്ന് പറഞ്ഞില്ലേ, ഈ സ്ട്രീറ്റ് ലൈറ്റ് നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞവർ, ഞങ്ങൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചോട്ടിലിട്ടാണ് കുക്കിങ്. എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് കുക്ക് ചെയ്തു. കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഒരു വീഡിയോസാണ് ഈ കാണുന്നത്. ഇത് കടപ്പുറ ഏരിയയാണ്. ഒരുപാട് ഫാമിലീസൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ടുള്ള പല സാധനങ്ങളും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഉക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പുകയിപ്പിച്ചു വെറുതെ രസത്തിന്. അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇനി നാളെയാണ് അടുത്ത പരിപാടികൾ. അതിൻ്റെ വീഡിയോസ് വേറെ വരും. അങ്ങനെ നല്ല ബീഫ് മസാല ചെയ്ച്ചു. ഇതെന്താ ഒരു ഞണ്ടിൻ്റെ കാലം എന്തോ എന്നാണ്. പിന്നെ ക്രൊക്കോളി, പിന്നെ ഇത് കൂന്, ഫിഷ്, ചിക്കന് എല്ലാം ഉണ്ടായിരുന്നു. ചെമ്മീൻ. അങ്ങനെ ജസ്റ്റ് ഞങ്ങളിങ്ങനെ ഇതിലിട്ടിട്ട് കണൽ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതുപോലെ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കണം. കടപ്പുറ ഏരിയ പോകുമ്പോൾ ഇതുപോലുള്ള ഇരുമ്പിൻ്റെ ഈ ബോക്സ് ഇല്ലെങ്കിൽ, ഞങ്ങൾ കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ മിലിറ്ററിക്കാരൻ വന്ന് ചോദിച്ചിട്ടായിരുന്നു ആ ബോക്സിലാണോ തീ കത്തിക്കുന്നതെന്ന് ചോദിച്ചിരുന്നു വണ്ടി വരുന്നത് നിർത്തിയിട്ട്. പക്ഷേ അത് ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ആ ബോക്സിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അവിടെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അങ്ങനെ അല്ലാതെ പുറത്ത് തീ കത്തിക്കാൻ പറ്റൂല. അങ്ങനെ ഇതൊക്കെ ഒന്ന് കുക്ക് ചെയ്യുന്ന ഓരോ ഭാഗം കുക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു സെക്ഷൻ ആദ്യം ചിക്കൻ കുക്ക് ചെയ്യും, അത് തിന്നും. പിന്നെ ഫിഷ് കുക്ക് ചെയ്യും, അത് തിന്നും. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടായിരുന്നു നിങ്ങളുടെ തീറ്റി. നമ്മുടെ JBLൻ്റെ ഇതിൽ പാട്ടുകളുണ്ട്. അപ്പം അങ്ങനെ ഇതാണ് നമ്മളെ സിനാൻ തീ കത്തിച്ചു കൊടുക്കാൻ, ഓവർ തീ വരുമ്പോൾ വെള്ളം ഒഴിക്കാനൊക്കെയാണ് സിനാൻ്റെ ഡ്യൂട്ടി. അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരുക്കി അതോടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചു.